നമസ്കാരം. കേരളത്തിലെ LDF സർക്കാരിന്റെ അഭിമാന പദ്ധതിയിൽ ഒന്നാണ് ലൈഫ് ഭവന പദ്ധതി. ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഏകദേശം 5 ലക്ഷത്തിൽ പരം വീടുകളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും അതുപോലെ തന്നെ തുടർച്ചയായി വന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും ഈ ലൈഫ് പദ്ധതിയിലൂടെ ദരിദ്രരായവരും താഴേക്കിടയിലുള്ള ജനവിഭാഗത്തിനും ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ലൈഫ് ഭവന പദ്ധതി. ഈ ഭവന പദ്ധതി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കുറെ വീടുകൾ കൊടുത്തു. അതിനുശേഷം രണ്ടാം പിണറായി സർക്കാരിന്റെ ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്ന ഈ സർക്കാരിലും ആ ഭവന പദ്ധതി, ലൈഫ് ഭവന പദ്ധതി തുറന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലൈഫ് ഭവന പദ്ധതി കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പോൾ അതിദാരിദ്ര്യരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു സർവേ നടത്തിയിരുന്നു. ആ സർവേ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 64,006 പേരാണ് അതിദാരിദ്ര്യരായിട്ടുള്ള ആൾക്കാർ ഇവിടെ കേരളത്തിലുള്ളത് എന്ന് കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 64,006 പേരിൽ വീടും സ്ഥലവും ഇല്ലാത്തവരുമായിട്ടുള്ള 12,000 പേരോളം ഈ അതിദാരിദ്ര്യ രേഖയിൽ താഴെയുള്ളവർക്ക് ഉണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി. അവർക്ക് വീട് വെക്കുന്നതിന് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് വീട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പദ്ധതിയിൽ മറ്റൊരു പ്രത്യേകത കൂടി ഇന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മിക്കുമ്പോൾ അവർക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വാടക വീട് അവർക്ക് സെലക്ട് ചെയ്യാം. ആ വാടക വീട് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ പൈസ മുഴുവനും കൊടുക്കുന്നത് ഗവൺമെന്റ് ആയിരിക്കും. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പഞ്ചായത്ത് തലങ്ങളിലുള്ള വ്യക്തികൾക്കാണ് ഈ വീട് നിർമ്മാണത്തിൽ വാടകയ്ക്ക് പോകേണ്ടി വരുന്നതെങ്കിൽ അവർക്ക് 5,000 രൂപയും മാസം 5,000 രൂപയും, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലെ ഒരു വ്യക്തിക്കാണ് ഈ ലൈഫ് ഭവന പദ്ധതിയിൽ അവർക്ക് വാടകയ്ക്ക് പോകേണ്ടത്. ഈ ലൈഫ് ഭവന പദ്ധതിയിൽ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടുകാർക്ക് വാടകയ്ക്ക് താമസം മാറുകയാണെങ്കിൽ അവിടെ 7,000 രൂപയും, അതുപോലെ തന്നെ കോർപ്പറേഷൻ സ്ഥലത്താണ് ഈ ലൈഫ് ഭവന പദ്ധതിയിൽ വാടകയ്ക്ക് പോകേണ്ടി വരികയിൽ 8,000 രൂപയും മാസം അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന അത് ഗവൺമെന്റ് ആ പൈസ അടയ്ക്കുന്നതാണ്. അതാണ് പുതിയ സ്കീം തദ്ദേശ സ്വയംഭരണ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ തുക അടയ്ക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിലൂടെയോ ഏതെങ്കിലും സ്പോൺസർമാരുടെ കൂടെ അവരുടെ അനുമതിയോടുകൂടിയോ ഇത് അടയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആർക്കെങ്കിലും താല്പര്യമുള്ള ആരെങ്കിലും സ്പോൺസർമാർ വരികയാണെങ്കിൽ അവരെ കൊണ്ട് അടപ്പിക്കാവുന്നതാണ്. ഏത് രീതിയിലാണെങ്കിലും ഗവൺമെന്റ് ആണ് അത് പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് അതിദാരിദ്ര്യരായിട്ടുള്ള ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ലൈഫ് പദ്ധതിയിലൂടെ ഈ 5 ലക്ഷം വീട് കൊടുത്തതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ 5 ലക്ഷം ഉപഭോക്താക്കൾക്കും തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഒരു 25,000 രൂപ കൂടി കിട്ടും എന്നുള്ളതാണ്. അതും സംസ്ഥാന സർക്കാർ നേരിട്ട് കൊടുക്കുകയാണ് ആ പൈസ. ഈ 4 ലക്ഷം രൂപ കൊടുക്കുന്നതിനോടൊപ്പം 25,000 രൂപ കൂടി അതിന്റെ ഒപ്പം ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട ആ വീട്ടിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അവിടെ മറ്റ് സഹായിയായിട്ട് നിന്ന് ആ പൈസ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആ പൈസ വാങ്ങിക്കാവുന്നതാണ്. ഇതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ലൈഫ് ഭവന പദ്ധതി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ലൈഫ് പദ്ധതി. 5 ലക്ഷം വീടുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഏകദേശം 2 പേരെ വെച്ച് കൂട്ടിയാലും 10 ലക്ഷം പേരാണ് ലൈഫ് പദ്ധതിയുടെ ഉപഭോക്താക്കൾ. ഞാൻ മിനിമം ആണ് പറഞ്ഞ 2 പേരെ വെച്ച്. അതിൽ 3ഓ 4ഓ അംഗങ്ങൾ ഉണ്ടാകാം. ലൈഫ് ഭവന പദ്ധതിയിൽ ഒരു വീട്ടിലെ അംഗത്തിന് ഒരു വീട് കിട്ടുമ്പോൾ ആ വീട്ടിൽ 2ഓ 3ഓ 4ഓ ആൾക്കാരുണ്ടാകാം. ചിലപ്പോൾ അതിൽ കൂടുതലും ഉണ്ടാകാം.
എന്നാലും ഒരു 15-20 ലക്ഷം പേർക്ക് അതിന്റെ ഉപഭോക്താക്കളായിട്ടുള്ള ആൾക്കാർക്ക് മുഴുവൻ ആനുകൂല്യം, അതിന്റെ പ്രയോജനം കിട്ടുന്ന രീതിയിലാണ് ഈ ലൈഫ് ഭവന പദ്ധതി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അത് കേരള ഗവൺമെന്റിന്റെ ഒരു പൊൻതൂവൽ കൂടിയാണ്.